കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്ന LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും 10th ലെവൽ പ്രിലിം എക്സാമിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ സീരീസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോ ക്ലാസ്സിലൂടെ ആയിട്ട് കുറേ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ചോദ്യപേപ്പറിലെ 35ാമത്തെ ചോദ്യമായിരുന്നു കഴിഞ്ഞ വീഡിയോ ക്ലാസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി അവസാനിപ്പിച്ചത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് അനുബന്ധ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു സ്പീക്കർ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകസഭയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും അതേപോലെ തന്നെ നമ്മുടെ നിയമസഭയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ സ്പീക്കറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യസഭയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ചെയർമാനാണ്. ചെയർമാൻ എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മുടെ ലോകസഭയുടെയും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും കേസിലേക്ക് വരുമ്പോൾ അവിടെ അധ്യക്ഷനായിട്ട് വരുന്നത് നമ്മുടെ സ്പീക്കറാണ്. ഇത്തരത്തിൽ സ്പീക്കർ എന്ന് പറയുന്ന ഈ ഒരു ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്ന ആശയം തന്നെ നാം കടം കൊണ്ടിരിക്കുന്ന ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ ആ പാർലമെന്റിനുള്ളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള സ്പീക്കറെ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണെന്ന് നമുക്കറിയാം. ഇനി സ്പീക്കർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 93 എന്ന് പറയുന്ന ആർട്ടിക്കിളും മറ്റൊരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 178 എന്ന് പറയുന്ന ആർട്ടിക്കിളുമാണ്. ഇതിൽ 93 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ ലോകസഭാ സ്പീക്കറിനെ കുറിച്ചും അതേപോലെ തന്നെ ലോകസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ചും പ്രതിപാദിക്കുമ്പോൾ 178 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ നിയമസഭാ സ്പീക്കറിനെ കുറിച്ചും നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ചുമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ഓർത്തിരിക്കാൻ വളരെ സിമ്പിളാണ്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് പരീക്ഷ ഹാളിൽ വെച്ചിട്ട് നിങ്ങൾ ഇത് മറന്നു പോവുകയാണെങ്കിലും നമുക്ക് ചെറിയൊരു ടിപ്പിലൂടെ ഒന്ന് ഓർത്ത് വെക്കാം. നമ്മൾ സ്പീക്കർ എന്ന് എഴുതുമ്പോൾ നമ്മുടെ SPE എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങുന്നത്. അതിൽ ഈ ഒരു ഭാഗം മാത്രം ഇങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പീനെ അങ്ങോട്ട് തിരിക്കുക. അപ്പോൾ 9 കിട്ടും. ഈനെ അങ്ങോട്ട് തിരിക്കുക, നമുക്ക് 3 കിട്ടും. അപ്പോൾ ആ സ്പീക്കർ എന്ന് പറയുന്ന ആ പേരിനുള്ളിൽ തന്നെ ഇതിൻ്റെ ആർട്ടിക്കിൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ലോകസഭയിലെ സ്പീക്കറിൻ്റെ ആർട്ടിക്കിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യം വരേണ്ടത് ലോകസഭയാണ്. ഇനി നമുക്ക് എങ്ങനെ ഈ 93 നിന്നും നിയമസഭയിലെ സ്പീക്കറിൻ്റെ ആർട്ടിക്കിളിലേക്ക് എത്താമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് 93 എന്നാണ്. ആ 93-ൽ 9ന്റെ പിറകിൽ വരുന്ന നമ്പർ 8 ആണെന്നും അതിൻ്റെ പിറകിൽ വരുന്ന നമ്പർ 7 ആണെന്നും ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ ഒന്ന് കുറച്ചല്ലേ വന്നത്, ആ 1നെ പിടിച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പം 178 എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിയമസഭാ സ്പീക്കറും നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണെന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ആ സ്പീക്കറിനുള്ളിൽ തന്നെ അതിൻ്റെ ആർട്ടിക്കിൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ലോകസഭയിലെ ആർട്ടിക്കിൾ നമുക്ക് കിട്ടിയാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് നിയമസഭയിലെ സ്പീക്കറിൻ്റെയും ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെയും ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ സ്പീക്കറുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്. ഈ സ്പീക്കറുടെ അഭാവത്തിൽ ലോകസഭയുടെ അധ്യക്ഷത വഹിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ നേരെ തിരിച്ച് ഈ പറയുന്ന സ്പീക്കർക്കായിരിക്കും രാജിക്കത്ത് കൊടുക്കേണ്ടത്. സ്പീക്കർ ആണെങ്കിൽ നേരെ ഡെപ്യൂട്ടി സ്പീക്കർക്കും രാജിക്കത്ത് കൊടുക്കും. ഇനി ഈ ഒരു സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു പദവി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ 3 നമ്മൾ കൃത്യമായിട്ട് SCRTയിൽ പറയുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് ലോകസഭാംഗത്വം ഇല്ലാതായാലാണ്. നമുക്കറിയാം, ഇപ്പോൾ ലോകസഭയാണെങ്കിലും നിയമസഭയാണെങ്കിലും ആ നിയമസഭയിലെ ഒരംഗത്തെ അല്ലെങ്കിൽ ലോകസഭയിലെ ഒരംഗത്തെയാണ് സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കുന്നതെന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം. 140 പേരടങ്ങുന്ന നമ്മുടെ ലോകസഭാ അംഗങ്ങളിൽ നിന്നാണ് നിലവിലെ സ്പീക്കറിനെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് 140 അംഗങ്ങൾ അടങ്ങുന്ന നമ്മുടെ നിയമസഭയിലെ അംഗങ്ങളിൽ നിന്നാണ് ഒരാളെ ഇപ്പോൾ നിയമസഭാ സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, ലോകസഭയിലെയും നിയമസഭയിലെയും അംഗങ്ങളിൽ നിന്ന് ഒരാളെയാണ് സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കുന്നത്. നമ്മൾ എലക്ട് ചെയ്ത് വിട്ടിരിക്കുന്ന 140ഓളം വരുന്ന MLA നമ്മുടെ നിയമസഭയിലുണ്ട്. അതിൽ നിന്ന് ഒരാളെയാണ് നിലവിൽ നമ്മുടെ കേരള നിയമസഭയിലെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ലോകസഭാംഗത്വവും അതുപോലെ തന്നെ നിയമസഭാംഗത്വവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ സ്പീക്കറായിട്ട് തുടരാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ലോകസഭാ സ്പീക്കർക്ക് സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു, ലോകസഭാംഗത്വം ഇല്ലാതായാൽ. നിയമസഭയാണെങ്കിലും നിയമസഭാംഗത്വം ഇല്ലാതായാൽ. ഇനി അടുത്തത് എന്താണ്? ഡെപ്യൂട്ടി സ്പീക്കർക്ക് രാജി സമർപ്പിച്ച. അവനെ സിമ്പിൾ അല്ലേ, ഇയാൾ പോയിട്ട് രാജി കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു.
ഇനി മറ്റൊന്നെന്താണ്, ലോകസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും പാസാക്കിയ പ്രമേയത്തിലൂടെ അദ്ദേഹത്തെ പുറത്താക്കിയാൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ ആ ഒരു സ്ഥാനത്ത് നിന്ന് നമുക്ക് പുറത്താക്കാൻ പറ്റും. ഇത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കുന്നതിന് മുമ്പ്, അതായത് ഈ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് എത്ര ദിവസം മുൻപ് സ്പീക്കർക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിയിപ്പ് നൽകണം എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 14 ദിവസം മുമ്പാണെന്ന കാര്യം ഓർത്തിരിക്കുക. എത്ര ദിവസം മുമ്പാണ്? 14 ദിവസം മുമ്പാണ്. എന്താണ് ഈ 14 ദിവസം ഞാൻ പറഞ്ഞത്? ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്, അതായത് സ്പീക്കർക്കെതിരായിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ഈ അവതരിപ്പിക്കുന്നതിന് 14 ദിവസം മുമ്പ് സ്പീക്കർക്ക് നൽകിയിരിക്കണം. ഇത്തരത്തിൽ ഒരു സ്പീക്കറെ നീക്കം ചെയ്യാനുള്ള ലോകസഭാ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്പീക്കർ തലസ്ഥാനത്തിരിക്കാൻ അർഹനല്ല. അതായത് ഇത്തരത്തിലൊരു നടപടി ആ ലോകസഭയിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഒരു ലോകസഭയുടെ സ്പീക്കർ സ്ഥാനത്ത് അല്ലെങ്കിൽ നിയമസഭയുടെ സ്പീക്കർ സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ പറ്റില്ല. ആ സമയത്ത്, അതായത് നമുക്ക് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി, ഈ സ്പീക്കർക്കെതിരായിട്ടാണ് നടപടി നടക്കുന്നത്. അപ്പോൾ സ്പീക്കർ തന്നെ അതിൻ്റെ അധ്യക്ഷനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം ആ ഒരു നടപടി നടക്കണ സമയത്ത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനത്ത് തുടരാൻ പറ്റില്ല എന്ന കാര്യം ഓർക്കാം. പക്ഷേ ഈ സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടപടികളിൽ സംസാരിക്കാനും ആ നടപടികളിൽ പങ്കെടുക്കാനൊക്കെ ഒരു ലോകസഭാംഗം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു നിയമസഭാംഗം എന്ന നിലയിൽ പറ്റുമെന്ന കാര്യം ഓർത്തിരിക്കുക. പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ 2 ആർട്ടിക്കിൾ ഓർക്കുക. ബ്രിട്ടനിൽ നിന്നാണ് ഇത്തരത്തിലൊരു ആശയം കടം കൊണ്ടതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, പിന്നെ ഒരു ടേമും കൂടെ ഓർക്കുക, കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്ന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സ്പീക്കറുമായിട്ടാണ്. അതായത് സ്പീക്കറുടെ അഭാവത്തിൽ നമ്മുടെ ഈ പറയുന്ന ഭരണഘടനാപരമായ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് സ്പീക്കർക്കുള്ള ഒരു പ്രത്യേക വോട്ടവകാശമാണ് എന്ത്, കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. ഭരണഘടനാപരമായ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് സ്പീക്കർക്കുള്ള പ്രത്യേക വോട്ടവകാശമാണ് കാസ്റ്റിംഗ് വോട്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമം വരുന്നു, വോട്ട് ചെയ്തപ്പോൾ സമം വന്നു, അപ്പോൾ സ്പീക്കർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം. ആ ഒരു അവകാശമാണ് എന്തെന്ന് പറയുന്നത്, കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഭരണഘടനാപരമായ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സ്പീക്കർക്ക് അവിടെ കൊടുക്കുന്ന ഒരു പ്രത്യേക വോട്ട് അവകാശമാണ് എന്തെന്ന് പറയുന്നത്, കാസ്റ്റിംഗ് വോട്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ചീഫ് ജസ്റ്റിസ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ഏത് ചീഫ് ജസ്റ്റിസ് ആണെന്ന് നമുക്ക് നൽകിയിട്ടില്ല. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന എവിടത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്തരത്തിൽ പ്രസിഡന്റ് സത്യവാചകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 60 എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 60 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞെന്താണ്, പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ആ ഒരു ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ 60 കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി ഈ പറഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ഏറ്റവും മുതിർന്ന സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും ഈ ഒരു സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനം ഏതെന്നാണ്. അവിടെ ഉത്തരമായിട്ട് നൽകിയത് ഓപ്ഷൻ സി മധ്യപ്രദേശ് എന്നാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമായ മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനം എന്ന കാര്യം ഓർത്തിരിക്കുക. വനവിസ്തൃതിയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും ഈ പറഞ്ഞ മധ്യപ്രദേശാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം നമുക്കറിയാം രാജസ്ഥാനാണ്. എന്നാൽ 2-ാം സ്ഥാനത്ത് വരുന്ന ഏറ്റവും വലിയ സംസ്ഥാനം ചോദിച്ചാലും ഈ പറയുന്ന മധ്യപ്രദേശാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാലും മധ്യപ്രദേശാണ്. അതേപോലെ തന്നെ സിൻഗ്രൗലി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, സിൻഗ്രൗലി കൽക്കരി ഖനി എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ഈ മധ്യപ്രദേശിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി സന്തോഷ വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സന്തോഷ വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനവിഭാഗമുള്ള പട്ടികവർഗ ST അത് ഉള്ളത് ഈ പറയുന്ന മധ്യപ്രദേശിലാണ്.
അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനവും മധ്യപ്രദേശ് തന്നെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ കബീർ സമ്മാനം, എന്താണ് കബീർ സമ്മാനം, അതുപോലെ കാളിദാസ പുരസ്കാരം, പിന്നെ താൻസൻ സമ്മാനം, ഇതൊക്കെ നൽകുന്ന സംസ്ഥാനം ഏതാണ്? ഈ പറയുന്ന മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. വനപരിസ്ഥിതിയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ 2ാമത്തെ വലിയ സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അതും മധ്യപ്രദേശാണ്. അതേപോലെ സിൻഗ്രൗലി കൽക്കരിഖനി എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സന്തോഷ വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അതും മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ സംസ്ഥാനം ചോദിച്ചാൽ അതും മധ്യപ്രദേശാണ്. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന ഈ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മധ്യപ്രദേശാണ്. കബീർ സമ്മാനവും കാളിദാസ പുരസ്കാരവും താൻസൻ സമ്മാനവും ഒക്കെ മധ്യപ്രദേശുമായി ബന്ധപ്പെട്ടതാണ്. കബീർ സമ്മാനം, കാളിദാസ പുരസ്കാരം, താൻസൻ സമ്മാനം ഒക്കെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തെ സംസ്ഥാനമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ പെട്ടിരിക്കുന്ന തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായതും ഈ പറയുന്ന തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഈ പറയുന്ന തമിഴ്നാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. നിർബന്ധിത മതപരിവർത്തനം നിയമത്തിനാൽ നിരോധിച്ച ആദ്യ സംസ്ഥാനമാണ് ഈ പറയുന്ന തമിഴ്നാട്. തെക്കേ ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ 1856 കാലഘട്ടത്തിൽ തെക്കേ ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. ഇനി കമുതി സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാലും അതും തമിഴ്നാട്ടിലാണ്. കമുതി ഈ ഒരു സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന തമിഴ്നാട്ടിലാണ് എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളുടെ കോട്ട എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാലും തമിഴ്നാട് തന്നെയാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം അത് തമിഴ്നാടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ വരുന്നു തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. നിർബന്ധിത മതപരിവർത്തനം നിയമത്തിനാൽ നിരോധിച്ച ആദ്യ സംസ്ഥാനം, തെക്കേ ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം 1856 കമുതി സോളാർ പ്ലാന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? നമ്മുടെ തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ പ്രാദേശിക പാർട്ടികളുടെ കോട്ട എന്നറിയപ്പെടുന്ന സംസ്ഥാനവും തമിഴ്നാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. പുതിയ കണക്ക് പ്രകാരം നമുക്കറിയാം തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ചോദിച്ചാലും ഇപ്പോൾ അത് തമിഴ്നാടാണ്. നേരത്തെ അത് ആന്ധ്രാപ്രദേശ് ആയിരുന്നു. പുതിയ ഡാറ്റ പ്രകാരം അത് തമിഴ്നാടാണ്. ഇന്ത്യയിൽ 2ാമത്, ഇന്ത്യയിൽ 1ാമത് ഗുജറാത്താണ് നമുക്കറിയാം. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട് എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത്, ദക്ഷിണേന്ത്യയുടെ ദാനിപുര എന്നൊക്കെ അറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ നെല്ലറ, ദക്ഷിണേന്ത്യയുടെ ദാനിപുര. ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്നതും ആന്ധ്രാപ്രദേശാണ്. രത്നഗർഭ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും അതും ഏത് തന്നെയാണ്? രത്നഗർഭ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സംസ്ഥാനവും ഈ പറയുന്ന ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന ആന്ധ്രാപ്രദേശാണ്. നമ്മൾ പഠിക്കാറുള്ളതാണ്. ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാലും അതും ആന്ധ്രാപ്രദേശ് തന്നെയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ ഈ പറയുന്ന ആന്ധ്രാപ്രദേശാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് സ്ഥാപിതമായത് ആന്ധ്രാപ്രദേശിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാലും ആന്ധ്രാപ്രദേശാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നു, ദക്ഷിണേന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം അത് നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. രത്നഗർഭ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, അപരനാമത്തിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാലും ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാലും പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും ഇന്ത്യയിലെ ആദ്യ റബ്ബർ അണക്കെട്ട് എവിടെയാണ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരുന്ന ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്.
ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് പ്രഭാത കിരണങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഈ പറയുന്ന അരുണാചൽ പ്രദേശാണ്. ഉദയസൂര്യന്റെ നാടെന്നറിയപ്പെടുന്നത് നമ്മുടെ അരുണാചൽ പ്രദേശാണ്. ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. എന്താണ് പരിചയപ്പെട്ടത്? ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു പ്രഭാത കിരണങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഉദയസൂര്യന്റെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഒക്കെ ഏതാണ്? അരുണാചൽ പ്രദേശാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ തൊട്ടുമുമ്പ് നമ്മൾ പരിചയപ്പെട്ടു വനവിസ്തൃതിയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് മധ്യപ്രദേശാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. എന്നാൽ വനവിസ്തൃതിയിൽ 2-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ അരുണാചൽ പ്രദേശാണെന്ന കാര്യം ഓർത്തിരിക്കുക. വനവിസ്തൃതിയിലെ 2-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ അരുണാചൽ പ്രദേശാണ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ പ്രചാരണത്തിലുള്ള സംസ്ഥാനം ചോദിച്ചാലും അരുണാചൽ പ്രദേശാണ്. അപ്പോൾ മുൻപ് അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ടിരുന്ന ഒരു LGS ലെവലിലും LDC ലെവലിലും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. പ്രഭാത കിരണങ്ങളുടെ നാടെന്നും ഉദയസൂര്യന്റെ നാടെന്നും ഓർക്കിഡ് സംസ്ഥാനമെന്നും വനവിസ്തൃതി 2-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമെന്നും അപ്പോൾ 1-ാം സ്ഥാനം പഠിക്കണം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്നും ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ പ്രചാരണത്തിലുള്ള സംസ്ഥാനമെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അരുണാചൽ പ്രദേശാണ്. ഇനി അടുത്തായിട്ട് ഇവിടെ തന്നിരിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി മുംബൈ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈ ആണ്. ഇവിടെ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന ന്യൂഡൽഹിയിലാണ് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് PNBയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ന്യൂഡൽഹിയിലാണ് എന്ന കാര്യം ഓർക്കുക. ഇതേ മുംബൈയിൽ തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും SBIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ HDFC എന്ന് പറയുന്ന പ്രൈവറ്റ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതൊക്കെ ഈ മുംബൈയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഈ പറയുന്ന മുംബൈയിലാണ് എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുക SBI എന്ന് പറയുന്നു, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ആ ഒരു രീതിയിൽ അവസാനിക്കുന്ന ബാങ്കുകളുടെ RBI ആണെങ്കിൽ ഇന്ത്യയിൽ അവസാനിക്കും. അങ്ങനെ വരുന്ന ബാങ്കുകളുടെ ഒക്കെ പൊതുവെ അതിൻ്റെ ആസ്ഥാനം വരുന്നത് മുംബൈ ആണ് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് ബാങ്കാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമുണ്ട്, അതാണ് HDFC. അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മുംബൈയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ തന്നിരിക്കുന്ന ചെന്നൈയിലാണ് ഏത് ഇന്ത്യൻ ബാങ്കിന്റെ ആസ്ഥാനം. ഇവിടെ നമ്മൾ പറഞ്ഞത് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ അവസാനിക്കുന്ന ഇന്ത്യയിലാണ്, അവിടെ വരുന്നത് മുംബൈ. അതേസമയം തുടങ്ങുന്നത് ഇന്ത്യയിലാണ്, അവിടെ വരുന്നത് ചെന്നൈ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ബാങ്കിന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ട ഏതാണ്? ചെന്നൈ ആണ് എന്ന കാര്യം ഓർക്കുക. ഇനി അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രസിദ്ധമാണ് നമ്മുടെ കാനറ ബാങ്ക്. ഈ കാനറ ബാങ്കിന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ബാംഗ്ലൂർ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇനി കൽക്കട്ട ആസ്ഥാനമായിട്ടാണ് യൂക്കോ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള യൂക്കോ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് കൊൽക്കത്തയിലാണ്. അതേസമയത്ത് BOB സ്ഥിതി ചെയ്യുന്നത് ബാങ്ക് ഓഫ് ബറോഡ എവിടെയാണെന്ന് വെച്ചാൽ വഡോദരയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. വഡോദരയിലാണ് ബാങ്ക് ഓഫ് ബറോഡ സ്ഥിതി ചെയ്യുന്നത്. ബാങ്ക് ഓഫ് ബറോഡ നമ്മുടെ കേരളം ആസ്ഥാനമായിട്ടുള്ള ഒരു ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അത് തൃശ്ശൂരാണ് അതിൻ്റെ ആസ്ഥാനമെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ ഫെഡറൽ ബാങ്ക് ഉണ്ട്, അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആലുവയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു IOB. അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യയിൽ തുടങ്ങുകയാണ്, അവിടെ എല്ലാം അതിൻ്റെ ആസ്ഥാനം വരുന്നത് ചെന്നൈയാണ് എന്ന കാര്യം ഓർക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞു പോകാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, PS റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. അത് നമ്മുടെ മുംബൈ ആണ്. പഠിച്ചു വെക്കുക. അടുത്ത മുംബൈ ആസ്ഥാനമായിട്ട് വരുന്ന കുറച്ച് ബാങ്കുകൾ ഞാൻ പരിചയപ്പെടുത്തി. അവിടെ അവസാനിക്കുന്ന ഇന്ത്യയിലാണ് അല്ലെങ്കിൽ ഓഫ് ഇന്ത്യയിലാണ്, അങ്ങനെ വെച്ച് പഠിക്കാം. ഉദാഹരണമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ഇന്ത്യയിൽ അവസാനിക്കുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ അവസാനിക്കുന്നു, മുംബൈ ആണ് ആസ്ഥാനം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ അവസാനിക്കുന്നു, ആസ്ഥാനം മുംബൈ ആണ് എന്ന കാര്യം ഓർക്കുക. ആ മുംബൈയോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ 2 ബാങ്കുകൾ പരിചയപ്പെട്ടു. അതിൽ ഒന്ന് HDFC ആണ്, മറ്റൊന്ന് മുദ്രാ ബാങ്കും പരിചയപ്പെടുത്തി. ആ മുദ്രാ ബാങ്ക് ഓർത്തിരിക്കണം, അതെവിടെയാണ് ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ ആണ്, മുദ്രാ ബാങ്ക് എവിടെ തന്നെയാണ്? മുംബൈ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തിയത് ഇന്ത്യ എന്ന് തുടങ്ങുന്ന 2 ബാങ്കുകൾ, അതിൻ്റെ ആസ്ഥാനം ചെന്നൈ ആണ് വരിക എന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? ഒന്ന് ഇന്ത്യൻ ബാങ്കിന്റെ ആസ്ഥാനവും അതേപോലെ തന്നെ IOBയുടെ ആസ്ഥാനം. IOB എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇതിന്റെ രണ്ടിന്റെയും ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ഈ പഞ്ചാബ് വെച്ചിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹി
ന്യൂഡൽഹിയാണ്. പലപ്പോഴായിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബാങ്കാണ്. ലാലാ ലജ്പത് റായുമായി ബന്ധപ്പെട്ട ഒരു ബാങ്കാണെന്നൊക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് എന്ന് പറഞ്ഞു. ഇനി കേരളത്തിൽ തന്നെയുള്ള 2 ബാങ്കുകൾ പറഞ്ഞു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കും ഫെഡറൽ ബാങ്കും. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണെങ്കിൽ അത് തൃശ്ശൂരാണ്. ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ അത് എവിടെയാണ്? അത് നമ്മുടെ ആലുവയിലാണ് എന്ന് പറഞ്ഞു. യൂക്കോ ബാങ്ക്, യൂക്കോ കോ വെച്ചിട്ട് തന്നെ പഠിക്കാം, കൊൽക്കത്ത. യൂക്കോ കോ കൊൽക്കത്ത. അപ്പോൾ യൂക്കോ ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കാനറ ബാങ്ക്, കാനറയുടെ എവിടെയാണ്? കാനറ, കന്നഡ, ബാംഗ്ലൂർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അവിടെ ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞ ICIC ബാങ്കുണ്ട്, അതായത് പ്രധാനപ്പെട്ട 2 പ്രൈവറ്റ് ബാങ്കുകളാണ് HDFCയും ICIC ബാങ്കും. അതിൽ ICIC ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, വഡോദരയിലാണ്. ഈ വഡോദര നമ്മൾ എവിടെ പഠിച്ചു? ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം പഠിച്ചു. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം ചോദിച്ചാൽ വഡോദരയാണ്. അതേപോലെ തന്നെ ICIC ബാങ്കിൻ്റെ ആസ്ഥാനം ചോദിച്ചാലും അത് ഇവിടെ തന്നെയാണ്, വഡോദരയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡിനെയാണ്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണാവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന കാർഡുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ പണമില്ലാതെ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങാൻ നമുക്ക് പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് ഡെബിറ്റ് കാർഡ് ആയിരിക്കും. അതേ സമയത്ത് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ അക്കൗണ്ടിൽ പണമില്ലാതെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ ബാങ്ക് ഒരുക്കുന്ന ഒരു സൗകര്യമാണ് എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നൽകിയിട്ടുണ്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. നമ്മൾ ചുരുക്കനാമത്തിൽ DD എന്ന് നമ്മൾ പറയും. അതായത് പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന ഒരു സൗകര്യമാണ് എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയും. ഇതിന് ബാങ്കിൽ അക്കൗണ്ട് ഒന്നും വേണമെന്നില്ല എന്ന കാര്യം കൂടി ഓർക്കുക. ഇതിന് ബാങ്കിൽ എന്ത് വേണ്ട? അക്കൗണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ ഒരുക്കുന്ന ഒരു സൗകര്യമാണ് ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന ഈ പറയുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന കാര്യം ഓർക്കുക. ഇനി ബാങ്കുകൾ അക്കൗണ്ട് ഉടമയ്ക്ക് നൽകുന്ന ഒരു പ്രമാണമാണ് എന്തെന്ന് പറയുന്നത്? ചെക്ക് എന്ന് പറയുന്നത്. ചെക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? അക്കൗണ്ട് ഉടമയ്ക്ക് പണം പിൻവലിക്കാനും അതുപോലെ തന്നെ അക്കൗണ്ട് ഉടമയ്ക്ക് പണത്തിന് പകരമായിട്ട് മറ്റുള്ളവർക്ക് ഈ ചെക്ക് നൽകാനും ഒക്കെ സാധിക്കുമെന്ന് നമുക്കറിയാം. ചെക്ക് ലഭിക്കുന്ന വ്യക്തിക്ക് ബാങ്കിൻ്റെ സഹായത്തോടെ ചെക്ക് നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ പണം പിന്നീട് മാറ്റാനും കഴിയും എന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ്. അതിൽ ക്രെഡിറ്റ് കാർഡ് എന്തിന് ഉദാഹരണമാണ്? പ്ലാസ്റ്റിക് മണിക്ക് ഉദാഹരണമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം ലോകബാങ്കിൻ്റെ മറ്റൊരു പേരെന്നതാണ്. ഉത്തരമായിട്ട് വരുന്ന IBRD എന്നാണ്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നതാണ് IBRDയുടെ പൂർണ്ണരൂപം. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നതാണ് IBRD എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ന കാര്യം ഓർത്തിരിക്കുക. IBRD എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഈ പറയുന്ന ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നതാണ് IBRD എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് IBRD എന്നതാണ്. ലോകബാങ്കുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കായിട്ട് അറിയപ്പെടുന്നു ലോകബാങ്ക്. ഇതിൻ്റെ ആസ്ഥാനം PSC റിപ്പീറ്റായി ചോദിച്ചിട്ടുണ്ട്. അത് വാഷിങ്ടൺ DC ആണ്. നമ്മുടെ അമേരിക്കയിലെ വാഷിങ്ടൺ DC ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. എവിടെയാണ്? വാഷിങ്ടൺ DC ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. വാഷിങ്ടൺ DC ആണ്. ലോകബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ വാഷിങ്ടൺ DCയിലാണ്. എന്നാണ് ഇത് രൂപീകരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. 1944 1944 ലോകബാങ്ക് രൂപീകരിച്ചത്. അപ്പോൾ വേൾഡ് ബാങ്ക് രൂപീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1944 1944 കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ലോകബാങ്ക് രൂപീകരിച്ചത് 1944 എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നൽകിയിരിക്കുന്ന മറ്റൊന്നാണ് ഈ IMF നമുക്കറിയാം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് നമുക്ക് പറയാം. IMFനെയാണ് നമ്മൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അന്താരാഷ്ട്ര നാണയനിധി എന്ന് നമ്മൾ പറയും. എന്താണ്? അന്താരാഷ്ട്ര നാണയനിധി എന്നും കൂടെ നമ്മൾ പറയും. അപ്പോൾ ഇവിടെ IMF അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധി, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അപ്പോൾ ഈ IMFനെയും നമ്മളിവിടെ പരിചയപ്പെട്ട ഈ ലോകബാങ്ക് ഉണ്ടല്ലോ, IMFനെയും ലോകബാങ്കിനെയും ചേർത്തിട്ടാണ് ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്ന് പറയുന്നത്. പണ്ട് PSC എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്ന് പറയുന്നത്? എന്താണ് ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത്? ലോകബാങ്കും ഈ പറയുന്ന IMFും ആണെന്ന കാര്യം ഓർത്തിരിക്കുക. IMF രൂപീകരിച്ചത് എന്നാന്ന് വെച്ചാൽ 1945 ഡിസംബർ 27 അപ്പോൾ 1945 1945 44 ലോകബാങ്ക് വന്നു.
പിന്നെ IMF വരുന്നത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വരുന്നത് 1945 എന്ന കാര്യം ഓർക്കുക. ഇതിന്റെ ആസ്ഥാനം അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരട്ടകൾ എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെയാണ്, വാഷിംഗ്ടൺ DC തന്നെയാണ് ഇതിന്റെയും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ലോകബാങ്ക്, IMF എന്നിവയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ DC അതേപോലെ തന്നെ IMFനെയും ലോകബാങ്കിനെയും ചേർന്നിട്ടാണ് ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്ന് പറയുന്നത്. 1944 ഈ പറയുന്ന ലോകബാങ്ക് രൂപീകരിക്കുന്നത്. അന്നേ സമയം IMF രൂപീകരിക്കുന്ന തൊട്ടടുത്ത വർഷം 1945 ഇനി മറ്റൊന്ന് നമ്മൾ ഇവിടെ പറഞ്ഞത്, അതിന്റെ ആസ്ഥാനം നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? IMF എവിടെയാണ്? വാഷിംഗ്ടൺ DC അതുപോലെ തന്നെ PSC എപ്പോഴും ചോദിക്കുന്നുണ്ട്, ഈ IMFന്റെ ഒരു വിനിമയ കറൻസി ഉണ്ട്. IMFന്റെ വിനിമയ കറൻസി SDR എന്നാണ് അറിയപ്പെടുന്നത്. SDR അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നാണ്. എന്താണ് അതിന്റെ ഫുൾ ഫോം? സ്പെഷ്യൽ ഡ്രോയിങ് DRAWING റൈറ്റ്സ് എന്നതാണ് അതിൻ്റെ പൂർണ്ണ രൂപം എന്ന കാര്യം ഓർക്കുക. അപ്പോൾ SDR എന്ന് ഓർത്തിരിക്കുക, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്. അതായത് വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ടും IMFുമായിട്ട് ബന്ധപ്പെട്ടും പരിചയപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അതുപോലെ തന്നെ ദ തേർഡ് വിൻഡോ എന്ന ഒരു പദം ഉണ്ടല്ലോ, അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അത് ലോകബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദമാണെന്ന് കാര്യം ഓർക്കുക. പിന്നെ ഈ ലോകബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റാണ് ലോകബാങ്കിന്റെ പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്ന് പറയുന്ന ആരുടെ ആപ്തവാക്യമാണെന്ന് ചോദിച്ചാലും അതും ലോകബാങ്കിന്റെ ആപ്തവാക്യമാണ്. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി, വർക്കിംഗ് ഫോർ എ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി എന്നാണ് അതിൻ്റെ ആപ്തവാക്യം. അതിൻ്റെ മലയാളമാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത്. ഇനി ഈ ലോകബാങ്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് യൂജിൻ മേയർ എന്ന് പറയുന്ന പേരാണ്. എന്താണ്? യൂജിൻ മേയർ എന്ന് പറയുന്ന പേരാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിലവിൽ ഒരു ഇന്ത്യൻ വംശജനാണ് അജയ് ബാങ്ക എന്ന പേര്. ബാങ്ക എന്ന് ഓർത്ത് വെച്ചാൽ മതി. പേരെന്താണ്? അജയ് ബാങ്ക എന്ന പേരോർക്ക് ലോകബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് എന്ന കാര്യം കൊണ്ട്, എന്ന ആ ഒരു കാരണം കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അന്താരാഷ്ട്ര നാണയനിധി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ IMFലും അതേപോലെ തന്നെ ലോകബാങ്കിലും അംഗമായ 189 രാജ്യമാണ്. നൗറു എന്ന പേരും കൂടി ഓർത്തിരിക്കുക, നൗറു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. കുറേ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ലോകബാങ്കിന്റെ മറ്റൊരു പേരാണ് ചോദിച്ചത്. IBRD എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. IBRDയുടെ ഫുൾ ഫോം ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് IBRDയുടെ ഫുൾ ഫോം. അതിൽ ലോകബാങ്കുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കായ ലോകബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ DC അവിടെ തന്നെ നമ്മൾ എടുത്തു പഠിച്ച ഒരു സംഭവമാണ് ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന ലോകബാങ്കും IMFുമാണ്. അതുകൊണ്ട് IMFന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ DC ഓർത്തിരിക്കുക. ഇനി ലോകബാങ്കുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് പറഞ്ഞത്, ലോകബാങ്കുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ദ തേർഡ് വിൻഡോ എന്ന് പറയുന്ന പദം. അതുപോലെ ഇതിലെ പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് പഠിച്ചു. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത് ആരുടെ ആപ്തവാക്യമാണെന്ന് ചോദിച്ചാൽ വേൾഡ് ബാങ്കിന്റെ ആപ്തവാക്യമാണെന്ന് പഠിച്ചു. അതുപോലെ ഈ ലോകബാങ്കിൽ നിന്നും വായ്പയെടുത്ത ആദ്യത്തെ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഫ്രാൻസ് ആണെന്ന പോയിന്റ് കൂടി എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്യുക. അതേപോലെ ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി, യൂജിൻ മേയർ എന്നതാണ്. യൂജിൻ മേയർ ആണ് ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. എന്നാൽ നിലവിൽ അത് ഓർത്തിരിക്കണം, ഒരു ഇന്ത്യൻ വംശജനാണ് അജയ് ബാങ്ക എന്ന പേര് ഞാൻ പരിചയപ്പെടുത്തി. ഇനി IMFുമായി ബന്ധപ്പെട്ട് ഞാൻ പരിചയപ്പെടുത്തിയത്, IMFന്റെ ഒരു വിനിമയ കറൻസി ഉണ്ട്, SDR എന്നാണ് അറിയപ്പെടുന്നത്. SDR അതിന്റെ പൂർണ്ണ രൂപവും ഞാൻ പരിചയപ്പെടുത്തി. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. ഇനി IMFലും അതേപോലെ തന്നെ ഈ പറഞ്ഞ വേൾഡ് ബാങ്കിലും അംഗമായ 189 രാജ്യമാണ് ഏത്? നൗറു എന്ന് പറയുന്നത്. അതേ സമയത്ത് IMFൽ അംഗമായ 190 രാജ്യം, ടോട്ടൽ 190, അതിൽ 190 രാജ്യം ഏതാണെന്ന് വെച്ചാൽ അൻഡോറ എന്നാണ് പേര്. എന്താണ്? അൻഡോറ എന്നാണ് പേര്. അൻഡോറ. ഇത് എത്രാമത്തെയാണ്? 190 രാജ്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക. 190 രാജ്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ IMF രൂപീകരിച്ചത് 1945, പക്ഷേ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് 1947. രൂപീകരിച്ച 45 പ്രവർത്തനം ആരംഭിച്ചത് 1947. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ വേൾഡ് ബാങ്കിന്റെ കേസിലേക്ക് വരികയാണെങ്കിലും 1944 അത് രൂപീകരിച്ചത്. പക്ഷേ 46 ജൂൺ 25 ആ ഒരു സമയത്താണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് IMF രൂപീകരിച്ചത് 45, പ്രവർത്തനം ആരംഭിച്ചത് 47 മാർച്ച് 1. അതേ സമയത്ത് IMF
രൂപീകരിച്ചത് പറഞ്ഞു. ഇനി വേൾഡ് ബാങ്ക് രൂപീകരിച്ച 44, പ്രവർത്തനം ആരംഭിച്ചത് 46 ജൂൺ 25-നാണെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. വളരെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 44 തന്നെയാണ്. മറ്റേൻ്റെ കേസിലേക്ക് വരുമ്പോൾ 45 ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ ആസ്ഥാനങ്ങളാണ്. അതായത് ഈ പറയുന്ന വാഷിംഗ്ടൺ DC ആണ്. പിന്നെ ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ പലപ്പോഴും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അത് ലോകബാങ്കും IMF ആണെന്ന് കാര്യം ഓർക്കുക. ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് IBRD എന്നാണ്. IBRDയുടെ പൂർണ്ണരൂപം ഞാൻ പരിചയപ്പെടുത്തി. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് അതിൻ്റെ പൂർണ്ണനാമം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഈ പറയുന്ന ലോകബാങ്കിൻ്റെ പ്രസിഡന്റ് ചോദിക്കാം, അജയ് ബാങ്ക. അതുപോലെ തന്നെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് മാറ്റി പഠിക്കണം. ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് കുറച്ച് ദിവസമുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ഈ പറഞ്ഞ നിയമനങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. ഇനി അതുപോലെ തന്നെ യൂജിൻ മേയർ എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ പ്രസിഡന്റ്. പിന്നെ ആദ്യമായിട്ട് ലോകബാങ്കിൽ നിന്ന് കടമെടുത്ത് രാജ്യം ചോദിച്ചാൽ അത് നമ്മുടെ ഫ്രാൻസ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പിന്നെ ആരാണ് ഈ ലോകബാങ്കിന്റെ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ തുടർന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.